പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ മാതൃഭൂമിയുടെ സർവേ ഇന്നലെ ലാസ്റ്റത്തെയും കണ്ടു. കാരണം 62 MLA-മാർ UDF-നും പിന്നെ 66 MLA-മാർ CPIM-നും LDF-നുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതല്ല ഇതിൻ്റെ സത്യം. PR വർക്കാണ്. മാതൃഭൂമി പിണറായി വിജയൻ സഖാവിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് PR വർക്ക് നടത്തുകയാണ്. മാതൃഭൂമി കൊടുത്തിരിക്കുന്ന ധർമ്മടത്ത് 85% ആളുകൾ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഏറ്റവും ടോപ്പ് മുഖ്യമന്ത്രി 1ാം സ്ഥാനം അയാളാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. ഇവരിൽ നിന്ന് PR വർക്കിന് വേണ്ടി കാശ് മേടിച്ച് അവർക്ക് വേണ്ടി CPM പറഞ്ഞ തിരക്കഥയാണ് മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിർമ്മാണ തൊഴിലാളികളുടെ കാശ് കൊടുത്തിട്ടുണ്ടോ? 18 മാസം കുടിശ്ശിക ഇല്ല. ഒന്ന് പിന്നെ നിർമ്മാണ തൊഴിലാളികളെ കൊടുത്തില്ല. കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധകാല പെൻഷനൊക്കെ നിർത്തി ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ കൊടുത്തില്ല എന്ന് പറഞ്ഞ CPM ഇവിടെ നിർമ്മാണ തൊഴിലാളികളുടെ ഇപ്പോൾ 18 മാസം കുടിശ്ശികയുണ്ട്. അവിടെ നിന്ന് കോടികൾ എടുത്തിട്ട് പോയിട്ട് ആ കാശ് തിരിച്ചു കൊണ്ട് അടച്ചിട്ടില്ല. ഇതാണ് അവസ്ഥ. പിന്നെ നമ്മുടെ ഈ ഇപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താണ്? 1.5 ലക്ഷം കോടി ഉണ്ടായിരുന്ന കടം 6 ലക്ഷം കോടിയായി. ഇതാണ് അവരുടെ ഭരണനേട്ടം. അതെന്താ ഈ ചർച്ചാ വിഷയം വരാത്തത്? മാതൃഭൂമി, മനോരമ ഇതൊക്കെ ചർച്ചാ വിഷയം വേണ്ട. കേരള സംസ്ഥാനത്ത് കട്ടുമുടിച്ച് പറഞ്ഞ 36 കേസ് എന്തോ ഉള്ള പാർട്ടിയാണ് ഈ CPM. ഈ 36 കേസിലും ഈ നരേന്ദ്രമോദിയും ഇവരും കൂട്ടം സംഘവും കൂടിയിട്ട് ആ കേസ് ഒഴിവാക്കി കൊടുത്തിട്ട് 36 വർഷം ലാവിലും കേസ് വെച്ച് അത് മാറ്റിവെച്ച് പല കേസുകളും സ്പിൻഡർ കേസ്, അത് ഇത് ആല് പോല് ഇതൊന്നും ചർച്ചാ വിഷയത്തിലെടുക്കാതെ, അഴിമതിയൊന്നും ചർച്ചാ വിഷയത്തിലെടുക്കാതെ വികസനം മാത്രം പറഞ്ഞിട്ട് വോട്ട് മേടിച്ചു. MLA-മാർക്ക് അത്രയുണ്ട് പവർ, ഇത്രയുണ്ട് പവർ. ഇതൊക്കെ വെറുതെ വിരോധാഭാസമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് എന്താ കണ്ടത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 500 ചില്ലാനം പഞ്ചായത്ത് കോൺഗ്രസ് പിടിച്ചു. 4 കോർപ്പറേഷൻ കോൺഗ്രസ്, 3 കോർപ്പറേഷൻ കോൺഗ്രസ് പിടിച്ചു. 2 കോർപ്പറേഷനാണ്, ഒന്ന് CPM ഒന്ന് BJP-യും. കോഴിക്കോട് CPM-ഉം പിന്നെ തിരുവനന്തപുരം BJP-യും പിടിച്ചു. അപ്പോൾ അത് നമ്മുടെ K. മുരളി തന്നെ ഇരിക്കുമ്പോൾ നേരത്തെ 10 മെമ്പർ ഉണ്ടായിരുന്ന അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ 20 ആളുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെയും നേട്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരിപ്പോൾ അത്ര ഇല്ലെങ്കിലും ഒരു 85-90 സീറ്റ് വരെ ജയിക്കാനുള്ള ഇപ്പോൾ ജനങ്ങൾ അനുകൂലമായി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ 100 വരെ ആവാം ഒരു തരംഗമുണ്ടെങ്കിൽ. തരംഗമുള്ളത് ഈ 500 ചില്ലാനം പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ 100-110 സീറ്റ് വരെ കോൺഗ്രസ് UDF-ന് കിട്ടും. അതാണ് പറയാനുള്ളത്. അത് മറച്ചു വെച്ചുകൊണ്ട് ഈ PR വർക്ക് നടത്തുന്നത് ശരിയല്ല. സത്യസന്ധമായിട്ട് ഇവിടുത്തെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒപ്പം നിന്നവരാണ് കോൺഗ്രസ്സുകാർ ഇവിടെ. അപ്പോൾ ഇപ്പോൾ KSRTC-യിൽ സൗജന്യ യാത്ര പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്. അതുമാത്രമല്ല പിന്നെ 25 ലക്ഷം രൂപ വരെ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്ത് ഇൻഷുറൻസ്, ഒരു കുടുംബത്തിന് 25 ലക്ഷം വരെ ഇൻഷുറൻസ്. നൈപുണ്യം തുടങ്ങാൻ വേണ്ടി നമ്മുടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് 5 ലക്ഷം രൂപ വരെ പലിശ രഹിത വായ്പ 5 ലക്ഷം എന്ന് കൊടുക്കാൻ പറഞ്ഞത് കോൺഗ്രസ് പറഞ്ഞാൽ ചെയ്യും. പിന്നെ കാർഷിക കടം 72,000 കോടി കോൺഗ്രസ് എഴുതിത്തള്ളി. മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ വിവരാവകാശ നിയമം കൊണ്ടുവന്നു. പിന്നെ ഈ 18 വയസ്സുള്ളവർക്ക് വോട്ടവകാശമാക്കി. എല്ലാം ചെയ്ത് കോൺഗ്രസ് തന്നെയാണ്. ഇവിടെ ട്രാക്ടർ കൊണ്ടുവന്നപ്പോൾ CPM എതിർത്തു. ഇവിടുത്തെ വ്യവസായ പണിയൊന്നും ഇവിടെയൊന്നും പണിയില്ല. ഇവിടെ കൊയ്യാനാളെ കിട്ടാതെ കണ്ടത്ത് മുളച്ചു പോയ ചരിത്രമുണ്ട്. കന്നിമാസത്തിലും മഴ കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടത്ത് മുളച്ചു പോയ ചരിത്രമുണ്ട്. പാലക്കാട്, ആലപ്പുഴ എന്നീ സ്ഥലങ്ങളിൽ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ വികസനമൊക്കെ കൊണ്ടുവന്ന് കൊയ്ത്ത് മെതിയന്ത്രം കൊണ്ടുവന്നു, അതിനെ എതിർത്തു. കമ്പ്യൂട്ടർ കൊണ്ടുവന്നു, അതിനെ എതിർത്തു. വോട്ടവകാശമാക്കിയത് 18 വയസ്സുള്ളവരെ വോട്ടവകാശമാക്കിയത് രാജീവ് ഗാന്ധിയാണ്. IT മേഖല കൊണ്ടുവന്നു, അതിനെ എതിർത്തു. ഇപ്പോൾ എല്ലാ IT മേഖല ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് CPM-ഉം BJP-യാണ്. അപ്പോൾ ഇവർ ഇരട്ടത്താപ്പ് നയമാണ് കൊണ്ടുവന്നതിന് ശേഷം ഇവർ കൊണ്ടുവന്ന വികസനം ബാക്കിയുള്ളവർ കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുക. കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്നതിനെ എതിർത്തു. മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യത്തിനും എതിർക്കുന്ന CPM. കോൺഗ്രസ് ഒന്നും എതിർക്കാനൊന്നും കൊടിയും പിടിച്ച് പോയിട്ടില്ല. വിഴിഞ്ഞം തുറമുഖത്തിൽ 6,000 ചില്ലാനം കോടി രൂപ അഴിമതി മേടിച്ച് പറഞ്ഞു. ആകെ അതിൽ 6,500 കോടി രൂപയുള്ളൂ ചിലവ്. അതിൽ മൊത്തം അഴിമതി മേടിച്ചു പറഞ്ഞ് അച്യുതാനന്ദനും പിണറായിയും പറഞ്ഞു നടന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തെറ്റായ നടപടിയാണ്. എല്ലാവരും UDF-നെ സപ്പോർട്ട് ചെയ്യുക.
UDF PR വർക്ക് നടത്താതെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണെങ്കിൽ മനോരമയാണെങ്കിലും ഇവിടുത്തെ റിപ്പോർട്ടർ ചാനലാണെങ്കിലും ജനങ്ങളുടെ ഉള്ളു അറിഞ്ഞ് വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് വേണം സർവേ എടുക്കാൻ. അല്ലാതെ ചേറ്റിത്തല്ലി നീളത്തിൽ വലിച്ചിട്ട് കാര്യമൊന്നുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും വോട്ട് കിട്ടും. എല്ലാവരും UDFനെയും കോൺഗ്രസിനെയും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാമുണ്ട്. എല്ലാവരും നാട്ടുകാരെല്ലാം കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.